നമസ്കാരം, ഞാൻ റോസ്മേരി ആൻ്റണി, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ്. ചില ആളുകൾ മരിക്കണം എന്നൊന്നും പറയാറില്ല, പക്ഷേ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം വരുമ്പോൾ സ്വയം ഹാം ചെയ്യാറുണ്ട്. ചിലപ്പോൾ കൈമുറിക്കുക, അല്ലെങ്കിൽ അവരെ തന്നെ എന്തെങ്കിലും വടിയെടുത്ത് അടിക്കുക, സ്വയമായിട്ട് ഹേർട്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ സെൽഫ് ഹാം ചെയ്യുന്നതിലൂടെ ആളുകൾ പറയുന്നത് ഇതവരൊരു ഡ്രാമ കാണിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മളെ പേടിപ്പിക്കുകയാണ്, അറ്റൻഷൻ സീക്കിംഗ് ആണ് എന്നൊക്കെയാണ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് വളരെ സെൻസിറ്റീവും അതുപോലെ തന്നെ പറയാൻ ആൾക്കാർക്ക് ഇഷ്ടമില്ലാത്തൊരു ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ്. സെൽഫ് ഹാം ആൻഡ് റിക്കവറി, വാട്ട് വി ഓഫൻ ഡോണ്ട് ടോക്ക് അബൌട്ട് ഇറ്റ്. സെൽഫ് ഹാം ഇതൊരു ഗൗരവമായിട്ടുള്ള വിഷയമാണ്, പക്ഷെ പലപ്പോഴും ഇതിനെക്കുറിച്ച് തുറന്ന് സംസാരിക്കാൻ ഭയപ്പെടുന്നവരുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, ഇതൊരു ശ്രദ്ധ തേടാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്നൊരു കാര്യമല്ല. നമ്മുടെയൊക്കെ അറ്റൻഷൻ സീക്കിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ആളുകൾ ചെയ്യുന്നൊരു കാര്യമല്ല എന്നുള്ളതാണ്. പലപ്പോഴും ആളുകൾ ഇത് ചെയ്യുന്നത് മനസ്സിലാകാതെ പോകുന്ന അവരുടെയൊക്കെ ആത്മവേദനയെ കൈകാര്യം ചെയ്യാനായിട്ടുള്ള അവരൊക്കെ സ്വയം കണ്ടെത്തുന്ന ഡെസ്പറേറ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ് മാത്രമാണ്. സെൽഫ് ഹാം എന്നത് ഒരു മരണവാശിയൊന്നുമില്ല, അവർക്കത് മരിക്കണം അല്ലെങ്കിൽ ഈ ലോകം വിട്ടു പോകണം എന്നൊന്നുമില്ല. പക്ഷെ സ്വന്തം ശരീരത്തെ കേടുപെടുത്തുമ്പോൾ അല്ലെങ്കിൽ വേദനിപ്പിക്കുമ്പോൾ അവർ അതിൽ സ്വയം കണ്ടെത്തുന്ന ചില കാരണങ്ങളുണ്ട്. ചിലർക്ക് അതൊരു അവരുടെ ഇൻറ്റേർണൽ പെയിൻ അല്ലെങ്കിൽ ആന്തരിക വേദന അതൊരു ബാഹ്യരൂപം നൽകാനുള്ളൊരു വഴിയാണ്. അത് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ളൊരു വേദന പുറത്ത് കാണിക്കാനായിട്ടുള്ള ഒരു മാർഗം മാത്രമാണ്. ചിലർ വളരെ നമ്പായിരിക്കും, അപ്പോൾ എന്തെങ്കിലും ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് സെൽഫ് ഹാം ചെയ്യുന്നവരുണ്ട്. ചിലർ അതൊരു ശിക്ഷയായിട്ടാണ്, ചിലപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളുടെ ഗിൽട്ടോ ഷെയിമോ അങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ അതിൻ്റെയൊക്കെ പ്രതികരണമായിട്ട് ഇവർ ഈ ഒരു സെൽഫ് ഹാം ചെയ്യുന്നത് കാണാറുണ്ട്. അപ്പോൾ പല പഠനങ്ങളും വ്യക്തമാക്കുന്നത് എന്നാൽ സെൽഫ് ഹാം ചെയ്യുന്നതിന് ശേഷം അവരുടെയൊക്കെ ബോഡിയിൽ എൻഡോർഫിൻസ്, അതായത് പെയിൻ റിലീഫിങ് ഹോർമോൺസ് ബ്രെയിനിൽ റിലീസ് ചെയ്യപ്പെടുന്നുണ്ട്. അതിനാലാണ് സെൽഫ് ഹാം ചെയ്യുമ്പോൾ ചിലർക്കൊക്കെ ടെമ്പററി റിലീഫായിട്ട് തോന്നുന്നത്. അപ്പോൾ ഈ ടെമ്പററി റിലീഫ് കിട്ടുന്നതോടുകൂടി തന്നെ പലപ്പോഴും അവരുടേതായിട്ടുള്ള ആന്തരികമായിട്ടുള്ള മുറിവുകൾ, വേദനകൾ ഉണ്ടാകുമ്പോൾ അവർക്ക് മറ്റൊരാളോട് അത് പ്രകടിപ്പിക്കാൻ പറ്റിയില്ല എങ്കിൽ അവരുടേതായ ഇത്തരം ഹാബിറ്റ്സിലൂടെ അവർ കാണിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു കേസ് എനിക്ക് ഓർമ്മ വരുവാണ്. 14 വയസ്സുള്ളൊരു കുട്ടി, അവൾ ഭയങ്കര റെബിലിയസ് ആണ് എന്നുള്ളതാണ് അവളുടെ അമ്മ പറയാറ്. പക്ഷെ കൗൺസിലിംഗ് ചെയ്തു വന്നപ്പോൾ അവളുടെ കയ്യിലും കുറച്ച് പാടുകൾ കണ്ടു. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി, ഇതെന്താ എന്നൊക്കെ ചോദിച്ചതിന് ശേഷം അവളുടെ തൊടയിലും കുറച്ച് പാടുകൾ കാണിച്ചു തുടങ്ങി. ബ്ലേഡ് വെച്ചിട്ട് പല രീതിയിൽ ഇങ്ങനെ മുറിവുകൾ ഉണ്ടാക്കിയ പാടുകൾ. അമ്മയും അച്ഛനും ഒക്കെ വീട്ടിൽ ബഹളങ്ങൾ ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ അവളെ വഴക്കുകൾ പറയുമ്പോൾ അവളോട് പഠിക്കണമെന്ന് പ്രഷറൈസ് ചെയ്യുമ്പോൾ ഷീ ഈസ് അൺഏബിൾ ടു എക്സ്പ്രസ് ഹർ പ്രഷർ, അല്ലെങ്കിൽ അവൾക്ക് ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ പറയാതിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവൾക്ക് പറയാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ അവൾക്ക് അവളുടേതായ വേദനകൾ തുറന്ന് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത സമയത്ത് ഷീ സ്റ്റാർട്ടഡ് ഹേർട്ടിങ് ഹെർ സെൽഫ് ആൻഡ് ദിസ് ബിക്കം ഹെർ പാറ്റേൺ. അപ്പോൾ ഇതൊരിക്കലും ഒരു അറ്റൻഷൻ സീക്കിംഗ് അല്ല, പക്ഷെ നമ്മളെപ്പോഴും വിചാരിക്കുന്നത് ഒരു ഡ്രാമയാണ് എന്നുള്ളതാണ്. സെൽഫ് ഹാം ഒരു സിംറ്റമാണ്, അവരുടേതായ ഒരു ഇൻറ്റേർണൽ സ്ട്രഗിൾസിന് എക്സ്പ്രഷൻ ചെയ്യുന്ന അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു സിംറ്റം മാത്രമാണ് എന്നുള്ളതാണ്. ആൻഡ് നമ്മൾ എന്തുകൊണ്ടിട്ടാണ് സെൽഫ് ഹാം എന്ന് ഉദ്ദേശിക്കുന്നത് വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ചെയ്യുന്നതെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷേ റിസർച്ച് പറയുന്നത്, റിസർച്ച് ഷോസ് ദാറ്റ് അറൌണ്ട് 20% ഓഫ് അഡോളസൻസ് ആൻഡ് നിയർലി 5% ഓഫ് അഡോളസൻസ് എൻഗേജ് ഇൻ സം ഫോം ഓഫ് നോൺ സൂയിസൈഡൽ സെൽഫ് ഇഞ്ചുറി, അതായത് NSSI എന്ന് വേണമെങ്കിൽ പറയാം. അറ്റ് സം പോയിന്റ് ഇൻ ദെയർ ലൈഫ്സ് ആരെങ്കിലുമൊക്കെ ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത്. യെറ്റ് ഡിസ്പൈറ്റ് ദീസ് നമ്പേഴ്സ് ഇപ്പോഴും സെൽഫ് ഹാം ഈസ് ഡീപ്ലി മിസ്അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്തുകൊണ്ടിട്ടാണ് ആളുകൾ സ്വയം അവരെ തന്നെ ഹേർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്? വൈ വുഡ് സംവൺ ഹേർട്ട് ദെംസെൽവ്സ് ഓൺ പേർപ്പസ്? ദ ആൻസർ ഈസ് നോട്ട് സിമ്പിൾ, ബട്ട് ഇറ്റ് ഈസ് നോട്ട് about attention, it's often about pain regulation. അവർ സ്വയം ഹേർട്ടാക്കുന്നത് അല്ലെങ്കിൽ അവർ സ്വയം ഹാം ചെയ്യുന്നത്, മുറിവുണ്ടാക്കുന്നത് ചിലപ്പോൾ അവരുടെ പെയിനെ റെഗുലേറ്റ് ചെയ്യാനായിട്ടാണ്. പല ആളുകൾക്ക് പോലും അറിയാത്തൊരു കാര്യം, സെൽഫ് ഹാം ചെയ്യുന്നത് നമ്പായിരിക്കുമ്പോഴാണ്. അവർക്ക് എന്താണ് പെയിൻ ഒന്ന് ഫീൽ ചെയ്യാൻ വേണ്ടി, ആ ഫിസിക്കൽ പെയിൻ ഉണ്ടാകുമ്പോൾ അവരുടെ കോൺസെൻട്രേഷൻ അതിലേക്കാണ് പോകുന്നത്.
So let's talk about self-harm really means, why it happens, what recovery truly looks like. Self-harm ഉണ്ടാകുന്നത് ഒരിക്കലും മരിക്കാൻ വേണ്ടിയിട്ടല്ല. ഇത് ഒരു സർവൈവൽ സിസ്റ്റം അല്ലെങ്കിൽ ഒരു സർവൈവൽ മെത്തേഡ് മാത്രമാണ് എന്ന് വേണമെങ്കിൽ പറയാം. അക്കോർഡിംഗ് ടു അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ, സെൽഫ് ഹാം ഒരു കോപ്പിംഗ് മെക്കാനിസമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അവരുടേതായിട്ടുള്ള ഓവർവെൽമിംഗ് ആയിട്ടുള്ള ഇമോഷണൽ പെയിൻ ആവാം, നംനെസ്, ട്രോമ, ഇതൊക്കെ ഡീൽ ചെയ്യാനായിട്ട് അവർ കണ്ടെത്തുന്ന ഒരു കോപ്പിംഗ് മെക്കാനിസം മാത്രമാണ്. അതേഴ്സ് ഡു ഇറ്റ് എക്സ്പ്രസ് ഇന്നർ ടെർമോയിൽ ബട്ട് ദേ കാൺട്ട് പുട്ട് ഇൻ ടു വേർഡ്സ്. ചില സെൽഫ് ഹാം ചെയ്യുന്ന ആളുകൾക്ക് ഇത് അവർക്ക് വേർഡ്സോടുകൂടി പറയാനോ സംസാരിക്കാനോ പറ്റാത്ത ആളുകളാണ് എന്നുള്ളതാണ്. ന്യൂറോ സയൻസ് ഓൾസോ ഗീവ്സ് എസ് ക്ലൂ. വെൻ വി ഇൻജോർ അവർ സെൽവ്സ്, ബോഡി റിലീസസ് ഒരു പെയിൻ റിലീസ് ചെയ്യുന്ന ഒരു പെയിൻ കില്ലേഴ്സ് പോലെ തന്നെ നമുക്ക് ആശ്വസിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ചേഞ്ചസ് നമ്മുടെ ബോഡിയിൽ കൊണ്ടുവരാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കണം എങ്ങനെയാണ് നമുക്കിത് റിക്കവറിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നത് എന്നുള്ളതാണ്. വാട്ട് മേക്സ് റിക്കവറി സോ ഹാർഡ്? സ്റ്റോപ്പിംഗ് സെൽഫ് ഹാം ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് വിൽ പവർ. നമ്മുടെ ബ്രെയിന് അതിനെ അഡാപ്റ്റ് ചെയ്യണം. കാരണം ആ ബിഹേവിയർ നമ്മൾ ഒരു കോപ്പിംഗ് ബിഹേവിയർ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് എങ്കിൽ ഇറ്റ് ബിക്കംസ് ഹാബിച്വൽ. അപ്പോൾ ഈ ഒരു ഹാബിറ്റ്സ് നമ്മൾ മാറ്റണമെങ്കിൽ നമ്മൾ കുറച്ച് എഫേർട്ട് ഇടണം എന്നുള്ളതാണ്. ദെൻ റിക്കവറിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ ഒരു മന്ത്സ് നമ്മൾ സ്റ്റോപ്പ് ചെയ്താലും അല്ലെങ്കിൽ കുറച്ച് മാസം മാറ്റി വെച്ചാലും ഇത് ഏതെങ്കിലും ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിൽ ഇത് റിലാക്സ് ആവാനായിട്ടുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മളിത് വളരെ സൂക്ഷിച്ച് ഒരു പ്രൊഫഷണൽ സഹായത്തോടു കൂടി തന്നെ വേണം ഇത് മാറ്റാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ അതൊരു തെറപ്പിയിലൂടെ പോകുന്ന രൂപത്തിലാവാം. നമ്മുടെ ഈ ഒരു ഹാബിറ്റ് അല്ലെങ്കിൽ നമുക്ക് ഇത്തരം പാറ്റേൺ നമുക്ക് ഏറ്റവും വിശ്വസിക്കുന്ന ഒരാളോട് പറയുന്ന രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി ഇത്തരം ടെൻഡൻസി ഉണ്ടാകുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യാൻ സാധിക്കണം എന്നുള്ളതാണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ പറഞ്ഞു തരാം. ഫസ്റ്റ്, അണ്ടർസ്റ്റാൻഡിങ് യുവർ ട്രിഗേഴ്സ്. നമ്മുടെ ഇമോഷൻസും സിറ്റുവേഷൻസും മെമ്മറീസും എന്തൊക്കെ കാര്യങ്ങളാണ് ഇത്തരം പ്രവൃത്തിയിലേക്ക് നമ്മളെ ലീഡ് ചെയ്യുന്നത് എന്ന് നമ്മൾ സ്വയം മനസ്സിലാക്കുക എന്നുള്ളതാണ്. അത് ചിലപ്പോൾ ജേർണലിംഗ് ആകാം, അല്ലെങ്കിൽ മൂഡ് ട്രാക്കിംഗ് ആപ്സ് നമുക്ക് ഉപയോഗിക്കാം. നമ്മളെ സെൽഫ് ഹാം ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്ന നമ്മുടെ തോട്ട്സും ഇമോഷൻസും സിറ്റുവേഷൻസും നമ്മൾ തന്നെ ട്രാക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇത് നമ്മളെ ഇത്തരം പ്രവൃത്തിയിലേക്ക് പോകാനായിട്ട്, ഒരു ഇൻറ്റൻസിറ്റിയിലേക്ക് പോകാനായിട്ട് തടയുന്നത് നമ്മളെ സഹായിക്കും എന്നുള്ളതാണ്. സെക്കൻഡ്, ക്രിയേറ്റിംഗ് എ സേഫ്റ്റി പ്ലാൻ. അതായത് നമുക്ക് ഇത്തരത്തിലുള്ള ടെൻഡൻസി ഉണ്ടാകുമ്പോൾ നമ്മളിലേക്ക് ഫോക്കസ് കൊണ്ടുവരാനായിട്ട് നമുക്ക് ചില ടെക്നിക്കുകൾ, സേഫ്റ്റി ടൂൾസ് നമുക്ക് തന്നെ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. ഒരു ഗ്രൗണ്ടിങ്, അത് പ്രസൻറ്റ് മൊമെൻറ്റിലേക്ക് നമ്മുടെ മെൻ്റൽ സ്റ്റേറ്റസിനെ കൊണ്ടുവരാമെന്നുള്ളതാണ്. ചിലപ്പോൾ 5, 4, 3, 2, 1 ടെക്നിക്സ്, 5 കാര്യങ്ങൾ കാണുന്നത്, സെൻസ് ചെയ്യുന്നത്, സ്പർശിക്കുന്നത്, കേൾക്കുന്നത്, 2 കാര്യങ്ങൾ സ്മെല്ല് ചെയ്യുന്നത്, 1 കാര്യം രുചിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനത്തെ ഉള്ള ഒരു ഗ്രൗണ്ടിങ് ടെക്നിക്ക് നമുക്ക് പഠിച്ചു വയ്ക്കാൻ പറ്റണം. അല്ലെങ്കിൽ കുറച്ച് ബ്രെത്ത് വർക്ക് പഠിച്ചു വയ്ക്കാൻ പറ്റണം. ബോക്സ് ബ്രീത്തിങ് ആയിരിക്കണം. ഒരു 4 സെക്കൻഡ്സ് ഇൻഹെയിൽ ചെയ്യുക, 4 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യണം. അതുപോലെ തന്നെ 4 സെക്കൻഡ്സ് എക്സെയിൽ ചെയ്യുക, 4 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക. അങ്ങനെയുള്ളൊരു ബോക്സ് ബ്രീത്തിങ് എക്സസൈസ് നമ്മൾ പഠിച്ചു വെക്കണം. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നതിലൂടെ നമ്മുടെ കോൺസെൻട്രേഷൻ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ്. ഇത് നമ്മുടെ നേവി സീൽസിൽ പോലും ഉപയോഗിക്കുന്ന, അവരുടെയൊക്കെ മൈൻഡ് കാം ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡാണ്. മാത്രമല്ല, നമുക്ക് ഇത്തരം ടെൻഡൻസി ഉണ്ടാകുമ്പോൾ റിസർച്ച് പറയുന്നത് നല്ല കോൾഡ് വാട്ടർ വെച്ചിട്ട് നമ്മുടെ മുഖത്ത് കഴുകുന്നതും, ചിലപ്പോൾ ഐസ് കയ്യിൽ ഹോൾഡ് ചെയ്യുന്നതും ഇത് നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യാൻ സഹായിക്കും എന്നുള്ളതാണ്. കാരണം കോൾഡ് സെൻസേഷൻ ഹെൽപ്സ് ഡിസ്ട്രാക്ട് ബ്രെയിൻ എന്നുള്ളതാണ്. ദ തേർഡ്, തെറപ്പീസ്, ഡയലക്റ്റിക്കൽ ബിഹേവിയറൽ തെറപ്പി. നമ്മളുടെ ഇതൊരു ഹൈ സക്സസ് റേറ്റ് കാണിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മുടെ സെൽഫ് ഹാം കുറയ്ക്കാനും അതുപോലെ തന്നെ ഇമോഷൻസ് റെഗുലേറ്റ് ചെയ്യാനായിട്ടും സഹായിക്കുന്ന ഒന്നാണ്. CBT ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്, EMDR അല്ലെങ്കിൽ ട്രോമ ഫോക്കസ് CBT. അപ്പം എന്നെ കേൾക്കുന്ന നിങ്ങൾ ഈ സെൽഫ് ഹാം ഉള്ള ഒരു ടെൻഡൻസി ഉള്ള വ്യക്തിയാണ് എങ്കിൽ ഇറ്റ്സ് എ ടൈം ഫോർ യു ടു ഷിഫ്റ്റ്. നമുക്ക് സ്ട്രഗിൾ ഉണ്ടാകാമെങ്കിലും സെൽഫ് കൈൻഡ്നെസ് കൊണ്ടിട്ട് അതിൻ്റെ പുറകിൽ നിന്ന് നമുക്ക് മാറാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. നമുക്ക് ഒരു പ്രൊഫഷണൽ സപ്പോർട്ട് എടുത്ത് നമ്മുടെ ഈ ഒരു ഹാബിറ്റ്സിൽ നിന്ന് മാറി നമ്മളെ തന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. നന്ദി, നമസ്കാരം.